പ്രിയമുള്ള പ്രേക്ഷകരെ, നാം കണ്ടകശനിയെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിന് അപ്രകാരം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ശനിയാണ് അഷ്ടമശനി. കഴിഞ്ഞ 2.5 വർഷം കണ്ടകശനി ആയിരുന്നു ചിങ്ങം രാശിക്കാർക്ക്. ചിങ്ങം രാശി എന്നാൽ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഈ വ്യക്തികൾക്ക് കണ്ടകശനി കഴിഞ്ഞു. ഇന്ന് ശനി 8ാം ഭാവത്തിലേക്ക് പോകുന്നു. മാർച്ച് 29-ാം തീയതി. കണ്ടകശനിയെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അഷ്ടമ ശനിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കണ്ടകശനിയേക്കാളും അഷ്ടമശനി കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. കാരണം ശനി നിൽക്കുന്നത് അഷ്ടമം 8ാം ഭാവത്തിലേക്കാണ്. തത്ര അതികഷ്ട അഷ്ടമ. ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളിലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാവമാകുന്നു 8ാം ഭാവം. തത്ര അതികഷ്ട അഷ്ടമ. അതിൽ ഏറ്റവും കഷ്ടമായ ഭാവമാകുന്നു അഷ്ടമം. ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ടാൻ വിദുഹോ. മഹർഷിമാർ 6, 8, 12 ഭാവങ്ങളാണ് അനിഷ്ടങ്ങളായി കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഏറ്റവും മോശപ്പെട്ട ഭാവമാകുന്നു അഷ്ടമം, 8ാം ഭാവം. എന്താണ് 8ാം ഭാവം ഇത്ര കഷ്ടമുണ്ടാക്കുന്നത്? 8ാം ഭാവം കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കുന്നത്. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശൗ മരണസ്യ ദാസാഹ മഠാധികം വേശ്മഗതാശ്ച വിഘ്നാഹ വിജന്തിനീയ പുനരഷ്ടമേന. സർവപ്രണാശ എല്ലാ നാശങ്ങളും, വിപത്തുകൾ, അപവാദങ്ങൾ, മരണത്തിൻ്റെ ദേശങ്ങൾ, മരണത്തിൻ്റെ കാരണം, മഠം, അനാഥാലയം, മന്ദിരം, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ട്രസ്റ്റുകൾ, അപവാദങ്ങൾ, ഇതൊക്കെ തന്നെ 8ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഇവിടെ ശനി മാർച്ച് 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടി പോകുന്നത് എവിടത്തേക്കാണ്? മീനൻ രാശിയിലേക്കാണ് പോകുന്നത്. അതിനാൽ ചിങ്ങം രാശിക്കാർക്ക് ഈ അഷ്ടമശനി അത്ര ഗുണമായിരിക്കില്ല. നന്നായി ശനിപ്രീതി ചെയ്യണം. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അനാഥാലയം, ട്രസ്റ്റ്, മന്ദിരങ്ങൾ ഇതൊക്കെ നടത്തുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം. വരുന്ന 2.5 വർഷക്കാലം തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് നാശം സംഭവിക്കും. അപവാദങ്ങളിൽ വന്നു പെടും. ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ED ഒക്കെ വളരെയധികം അന്വേഷണങ്ങൾ നടത്തുന്ന കാര്യങ്ങളാണ് എല്ലാ വിഷയത്തിലും. അനാവശ്യമായി ഫണ്ട് തിരിമറി നടത്തുക, അതിലൂടെ കോടതിയിൽ പോവുക, വ്യവഹാരശാലകളിൽ കയറിയിറങ്ങേണ്ടി വരിക, പോലീസ് കേസുകൾ ഉണ്ടാവുക, കേന്ദ്ര ഏജൻസികൾ നമുക്കെതിരെ അന്വേഷിക്കുക, വിദേശത്തു നിന്നും കാശ് കടത്തിയാണെങ്കിൽ അതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടുന്ന അവസ്ഥ വരിക. അതിനാൽ ഈ 2.5 വർഷക്കാലം അനാഥാലയം, മന്ദിരം, ട്രസ്റ്റ് ഇതിൻ്റെ ഭാരവാഹിത്വമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. തനിക്കെതിരെ തൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ പുതിയ അപവാദങ്ങൾ മെനയും. ആ അപവാദങ്ങൾ മെനഞ്ഞ് അവർക്ക്, തൻ്റെ എതിർപക്ഷത്തുള്ളവർക്ക്, ശത്രുക്കൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി തനിക്കെതിരെ അപവാദങ്ങളും നുണപ്രചാരണങ്ങളും നടത്തും. താനതിൽ പെട്ടുപോയാൽ തൻ്റെ പൊസിഷൻ അപമാന ഭാരത്തോടുകൂടി താൻ ഇറങ്ങേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും വളരെ വർഷങ്ങളോളം ഒരു പദവിയിലിരുന്ന് അവസാനം കുനിഞ്ഞ ശിരസുമായി, നമ്രശിരസ്കനായി അപമാന ഭാരത്തോടുകൂടി ഇറങ്ങുക എന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അഭിമാനികളെ സംബന്ധിച്ചിടത്തോളം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വാതന്ത്ര്യമില്ലായ്മ അഭിമാനികൾക്ക് മരണത്തെക്കാളും ഭയാനകരമാണ്. അതിനാൽ അമ്പലങ്ങൾ, മന്ദിരം, ട്രസ്റ്റുകൾ, അനാഥാലയം, ഈ പറഞ്ഞ ചാരിറ്റി ഹോംസ് ഇതൊക്കെ പ്രവർത്തിക്കേണ്ടുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക. തങ്ങളുടെ പദവി ദുരുപയോഗപ്പെടുത്താതെ നോക്കണം. ദുരുപയോഗപ്പെടുത്തിയാൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. പോലീസ് കേസ് മുതലെല്ലാം വരും. കാരണം ശനി ചതിയുടെയും വഞ്ചനയുടെയും ഗ്രഹമാകുന്നു അഷ്ടമഭാവത്തിൽ. വീട്ടിൽ കള്ളൻ കയറാതെ നോക്കണം. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. അതിനാൽ കള്ളന്മാരുടെ ഉപദ്രവം വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കുക. വേലക്കാരെ വളരെയധികം ശ്രദ്ധിക്കണം. വേലക്കാർക്ക് കഠിനമായ ജോലികളൊക്കെ ചെയ്ത് അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വന്ന് വീഴ്ച വരിക, ഒരുപക്ഷെ മരണം തന്നെ വന്നാൽ നാം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ടി വരും. അതിനാൽ ഒരു പരിധിയിൽ കഴിഞ്ഞ് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിർബന്ധിക്കുമ്പോൾ പ്രയാസങ്ങൾ അവർക്കുണ്ടാകാം. പ്രത്യേകിച്ച് കേരളത്തിൽ അതികഠിനമായ ചൂടാണ് വരാൻ പോകുന്നത്. മീനമാസം, മേടമാസം ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾ കുഴഞ്ഞു വീഴുക, സൂര്യാതാപമേൽക്കുക, ഇതൊക്കെ ഈ ഘട്ടത്തിൽ സംഭവിക്കാം. അതിനാൽ ശാരീരികമായ വിഷമതകൾ വരുമ്പോൾ അത് കൂടുതൽ തന്നെ ഭൃത്യന്മാർക്ക് ബാധിക്കുന്നു. പലപ്പോഴും നാം കാണാറുണ്ട്,
പല സ്ഥലത്തും കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം തടയാൻ വേണ്ടി വൈദ്യുതി വേലി കെട്ടുക, അറിയാതെ അതിൽ ആളുകൾ കുടുങ്ങുക, കാട്ടുമൃഗങ്ങൾക്കൊപ്പം മനുഷ്യർ മരിച്ചു പോവുക, എത്ര നാം കേട്ടിട്ടുണ്ട്. കാട്ട് മൃഗങ്ങളാണെന്ന് കരുതി വെടിവെക്കുമ്പോൾ പലപ്പോഴും തങ്ങളെ കൂടെയുള്ളവർക്ക് വെടികൊള്ളുക, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, ഇതൊക്കെ നാം ധാരാളം കാണുന്നുണ്ട് പത്രങ്ങളിൽ. അതിനാൽ ശ്രദ്ധിക്കുക. ചതിക്കപ്പെടാൻ പാടില്ല. തൻ്റെ ധനം തട്ടിക്കൊണ്ടുപോവുക, അസമയത്തുള്ള യാത്ര ചെയ്യുക, ഇതൊക്കെ അഷ്ടമശനിയുള്ളവർ ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. രോഗാധിപനായ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന ദോഷങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങൾ വരിക, മുഖത്ത് കറുത്ത പാടുകൾ വരിക, ഇതൊക്കെ അഷ്ടമശനി ഉണ്ടാക്കും. അതിനാൽ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. മറ്റു പ്രധാനപ്പെട്ട വിഷയം രോഗാദി അരിഷ്ടതകൾ, ശാരീരികമായി മലബന്ധമായ ബുദ്ധിമുട്ടുകൾ, ആസിഡിറ്റി, ഗ്യാസ്, ഇതുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. പിന്നീട് പ്രധാനപ്പെട്ടൊരു കാര്യം, 7ാം ഭാവം നിങ്ങളുടെ യാത്രയാകുന്നു. യാത്ര തടസ്സപ്പെടുന്നു. 7ാം ഭാവം നിങ്ങളുടെ ദാമ്പത്യമാകുന്നു. വിവാഹപതിയായ ഗ്രഹം അഷ്ടമത്തിലേക്കാണ് നിൽക്കുന്നത്. അതിനാൽ വൈവാഹിക ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുന്നു. പലപ്പോഴും വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കുക, ഭാര്യ പിണങ്ങിപ്പോവുക, ഇതൊക്കെ സംഭവിക്കാവുന്ന സമയമാകുന്നു ഈ വരുന്ന 2.5 വർഷക്കാലം. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് 2.5 വർഷമാണ്. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികകൾ വരുന്ന ചിങ്ങം രാശിക്കാർ, ഇവിടെയും ശനീശ്വരന് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. ചമത്കാര ചിന്താമണിയിൽ ശനി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞ ഫലവും വളരെ സൂക്ഷ്മമാണ്. ശനോരന്ധ്രകേ വ്യാധിത ക്ഷുദ്രദർശി തദഗ്രേജന കൈതവം കിം കരോതി. 8ൽ ശനി വരുമ്പോൾ വ്യാധിത, രോഗത്താൽ ബുദ്ധിമുട്ടുന്നു. വ്യാധി എന്നാൽ ശാരീരികമായ ക്ലേശങ്ങളാണ്. ക്ഷുദ്രദർശി, താൻ എല്ലാം കണ്ടുപിടിക്കുന്നു. അഷ്ടമത്തിൽ ശനി ഉള്ള വ്യക്തിയെ നമുക്ക് ചതിക്കുവാൻ കഴിയില്ല. അവർ എല്ലാം സൂക്ഷ്മമായി കണ്ടുപിടിക്കും. സ്പൈ വർക്കിന് അവർ വളരെ മിടുക്കരാണ്. തദഗ്രേജന കൈതവം കിം കരോതി, 8ൽ ശനി ഉള്ള വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയും? അതിനാൽ ഈ ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും വളരെ ശ്രദ്ധിക്കുക. തങ്ങളുടെ ചില സ്വകാര്യ സൗഹൃദങ്ങളൊക്കെ തൻ്റെ ഇണ കണ്ടുപിടിക്കുക, അതിലൂടെ വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വിനാശോ ധനാനാം സഖോ യസ്യ നസ്യാത്, ധനം നശിച്ചു പോകുമെന്നൊരു ഫലവുമുണ്ട്. അതിനാൽ ചതിക്കപ്പെടുക, തൻ്റെ ധനം ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കടം കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ ചതിക്കപ്പെടും, ഒരു സംശയവുമില്ല ചിങ്ങം രാശിക്കാർക്ക്. ഇവിടെ എങ്ങനെയാണ് ശനീശ്വരനെ നാം സന്തോഷിപ്പിക്കുക? ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന തന്നെ നിങ്ങൾ ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ഒരു 18 തവണ, 9 തവണ, 18 തവണ, മൾട്ടിപ്പിൾ ഓഫ് 9, 108 തവണ ജപിക്കണമെന്നൊന്നുമില്ല. 9, 18, 27 തവണ ഓം ശം ശനീശ്വരായ നമഃ ഏകാഗ്രതയോടുകൂടി നിങ്ങൾ ജപിക്കുക. ശനി നിങ്ങളെ സഹസ്രാര ചക്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനാൽ നിവർന്ന് നിന്ന് വെറും നിലത്തിരിക്കരുത്, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ മാറ്റിലിരുന്നു കൊണ്ട് ഇത് നിങ്ങൾ ജപിക്കുക. അതിനു പുറമെ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാം, പാവങ്ങൾക്ക് അന്നദാനം ചെയ്യാം. ശനിയാഴ്ചകളിൽ ഒരു മുഹൂർത്തം 48 മിനിറ്റ് 2 നാഴിക എള്ളെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്വിളക്കിൽ 2 തിരി അല്ലെങ്കിൽ 5 തിരി ഇട്ടുകൊണ്ട് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതും വളരെയധികം ഗുണകരമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുത്തപ്പനി അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ശനീശ്വരൻ്റെ വഴിപാടുകളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും നല്ല ഒരു അഷ്ടമശനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.